വെൽക്കം ടു സുസമ്മ ടോക്സ്. ഇന്ന് നമ്മൾ ഫ്രേസൽ വേർബ്സ് ആണ് എടുക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇഡിയോമാറ്റിക് ഫ്രേസസ് ആണല്ലോ, കുറച്ചൊന്ന് മാറ്റി പഠിക്കാം. സോ ഫ്രേസൽ വേർബ്സിനെ നമുക്ക് ആഡ്വേർബിൽ ഫ്രേസസുമായിട്ടൊക്കെ വേണമെങ്കിൽ കമ്പൈൻ ചെയ്യാം. ഏറെക്കുറെ ഇത് സെയിം ആണ്. ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് അറിയാമോ? ഈ വലിച്ചു നീട്ടി ഇംഗ്ലീഷിൽ ചില സെൻറ്റൻസുകൾ പറയാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടി ഇൻഫോർമലായിട്ട് വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് പറയാൻ വേണ്ടി ഇൻഫോർമലി ഉണ്ടാക്കിയ കുറച്ച് വേർഡ്സ് ആണ് ഈ ഫ്രേസൽ വേർബ്സ് എന്ന് പറയുന്നത്. രണ്ട് വേർഡ്സിന്റെ കോമ്പിനേഷൻ ആണ്. ഈ ഫ്രേസൽ വേർബ്സ് എപ്പോഴും വരുമ്പോൾ ശ്രദ്ധിച്ചോണം. ആദ്യത്തേത് ഒരു വേർബ് ആയിരിക്കും ആൻഡ് രണ്ടാമത്തേത് ഒരു പ്രപ്പോസിഷൻ ആയിരിക്കും. ആദ്യത്തേത് ഒരു വേർബ് ആയിരിക്കും, രണ്ടാമത്തേത് ഒരു പ്രപ്പോസിഷൻ ആയിരിക്കും. ഈ പുട്ടിൻ, പുട്ടോൺ, പുട്ടപ്പ് എന്ന് പറയുന്ന സാധനമില്ല, അതന്നെ വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം എങ്ങനെയാണിത് ലാംഗ്വേജിനെ സിമ്പിൾ ആക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. സാധാരണഗതിയിൽ നമുക്ക് പുറത്തു പോയി ഭക്ഷണം കഴിക്കാമെന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്നത്? ഓക്കെ, സോ ലെറ്റ്സ് ഗോ ആൻഡ് ഹാവ് ഡിന്നർ ടു നൈറ്റ് മേ ബി ഇൻ എ റെസ്റ്റോറൻറ്റ്. ഓക്കെ, അല്ലെങ്കിൽ ലെറ്റ്സ് ഗോ ടു എ റെസ്റ്റോറൻറ്റ് ആൻഡ് ഹാവ് ഫുഡ് ടുഡേ. ഓക്കെ, ലെറ്റ്സ് ഗോ ആൻഡ് ഹാവ് ഡിന്നർ ടു നൈറ്റ് ഫ്രം റെസ്റ്റോറൻറ്റ്. ഇങ്ങനെ ഭയങ്കര വലിച്ചു നീട്ടിയാണ്. ഗ്രാമർ നോക്കണം, ടെൻസ് തെറ്റും, പല പല പ്രശ്നങ്ങളാണ്. ഞാൻ പറയുമ്പോൾ പോലും ടെൻസുകൾ തെറ്റാറുണ്ട്. അപ്പം ഇങ്ങനത്തെ തെറ്റുകൾ വരുത്തുന്നത് അവോയ്ഡ് ചെയ്യാൻ നമുക്ക് സിമ്പിളായിട്ട് ലെറ്റ്സ് ഈറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ മതി. ഇതറിയാത്ത ഒരാളാണെങ്കിൽ വിചാരിക്കും പുറത്തു പോയിരുന്ന് ഭക്ഷണം കഴിക്കാമെന്ന, ലൈക്ക് വീടിൻ്റെ പുറത്ത് പോയിരുന്ന്, അതല്ല ഉദ്ദേശിക്കുന്നത്. ഇൻഫോർമലി ലെറ്റ്സ് ഈറ്റ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുറത്തു പോയി, അതായത് റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കാമെന്ന് വളരെ സിമ്പിളായിട്ട് ലഘൂകരിച്ച് പറയുന്നതാണ്. ഫ്രേസൽ നമ്പർ 2, ക്ലാം അപ്പ്. റെഫ്യൂസ് ടു ടോക്ക് എന്നാണ് ഇതിൻ്റെ അർത്ഥം. നമ്മൾ ഈ ടീനേജ് പ്രായത്തിലൊക്കെ ഉണ്ടല്ലോ, നമ്മളെന്ന് പറഞ്ഞാൽ നിങ്ങൾ ടീനേജ് പ്രായത്തിലൊക്കെ ഈ ഒരേ കാര്യം തന്നെ അപ്പനും അമ്മ ഇങ്ങനെ ആവർത്തിച്ച് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ദേഷ്യം വരും. അന്നേരം ചില സമയത്ത് അവരോട് ദേഷ്യപ്പെടണമെന്ന് ഓർത്ത് നമ്മൾ ദേഷ്യം അടക്കി പിടിച്ച് മിണ്ടാതിരിക്കും, അല്ലെങ്കിൽ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ റെഫ്യൂസ് ചെയ്യും. അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ പറയുന്ന സാധനമാണ് ക്ലാം അപ്പ് അല്ലെങ്കിൽ ക്ലാംഡ് അപ്പ് എന്ന് പറയും. പൊതുവെ ഈ ആമ്പിളരൊക്കെ ചെറിയ ലേറ്റ് ആയിട്ട് 6 മണി 7 മണിയൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്കും അമ്മമാർ ചോദിക്കുന്നതാണ്, ഡാ നീ എവിടെ പോയി കിടക്കുമായിരുന്നു ഇത്രയും നേരം എന്ന് ചോദിക്കും. നിങ്ങൾ വേറെ നിൽക്കുന്ന പറഞ്ഞുകൊണ്ട് അമ്മയെ കൂടെ മാറ്റി നിർത്തിയിട്ട് പോകും. സോ ക്ലാംഡ് അപ്പ് എന്ന് പറയുന്നത് ചോദിക്കുന്ന ചോദ്യത്തിന് ആൻസർ പറയാൻ റെഫ്യൂസ് ചെയ്യാം. സോ വെൻ ഹി ആസ്ക്ഡ് മീ ദ ക്വസ്റ്റ്യൻ ഐ ക്ലാംഡ് അപ്പ്. വെൻ മൈ മദർ ആസ്ക്ഡ് മീ ദിസ് ക്വസ്റ്റ്യൻ ഐ ക്ലാംഡ് അപ്പ്. ഐ ക്ലാംഡ് അപ്പ് എന്ന് തിരിച്ചും പറയാം. ഐ ക്ലാംഡ് അപ്പ് വെൻ മൈ ടീച്ചർ ആസ്ക്ഡ് മീ എ ക്വസ്റ്റ്യൻ. എന്നോട് ടീച്ചർ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പം ഞാൻ പറയാൻ അങ്ങ് ഉദ്ദേശിക്കുന്നില്ല, എനിക്ക് പറയാൻ മനസ്സില്ല. പിള്ളേരെ കുറിച്ച് കൺസേൺഡ് ആയിട്ടുള്ള ആളുകളെ നമുക്കറിയാം. പിള്ളേർ പഠിക്കുന്നതിനെ കുറിച്ച് കൺസേൺഡ് ആയിട്ടുള്ള ആളുകളെ കുറിച്ച് നമുക്കറിയാം. വീട് അല്ലെങ്കിൽ പ്രോപ്പർട്ടിയെ കുറിച്ച് കൺസേൺഡ് ആയിട്ടുള്ള ആളുകളെ കുറിച്ച് നമുക്കറിയാം. കാറിനെ കുറിച്ച് കൺസേൺഡ് ആയിട്ടുള്ള ആളുകളെ കുറിച്ച് നമുക്കറിയാം. പട്ടികളെ കൺസേൺഡ് ആയിട്ടുള്ള ആളുകളും അറിയാം. അപ്പോൾ ഈ ദൂര സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്യുന്ന ഫാമിലിയെ അവരുടെ ഡോഗിനെ, ഇപ്പോൾ ചിലപ്പോൾ നല്ലൊരു ബ്രീഡ് ഡോഗ് ആയിരിക്കും, അപ്പോൾ അതിനെ കൊണ്ട് വേറൊരാളുടെ വീട്ടിൽ കൊടുത്തിട്ട് പറയണം, പ്ലീസ് ലുക്ക് ആഫ്റ്റർ മൈ ബേബി, എൻ്റെ കുഞ്ഞിനെ ഒന്ന് നോക്കിയേക്കണേ. ചില വീടുകളിൽ പട്ടികളെന്ന് പറയുന്നത് വളരെ ക്ലോസ് ആണ്. ചില വീടുകളിൽ വെറും ഒരു ഗാർഡ് ഡോഗായിട്ട് മാത്രമായിരിക്കും അതിനെ കാണുന്നത്. ചിലർക്ക് ജസ്റ്റ് ഒരു ആനിമൽ എന്നുള്ളതായിരിക്കും. സോ ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആളുകൾ ചിലപ്പം ഡോഗിനെ ബേബിയെന്നും കുട്ടാന്നും ചക്കരയെന്നും ഒക്കെ വിളിച്ചെന്നിരിക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ വീടുകളിൽ കൊണ്ട് ഈ പട്ടികളെ കൊണ്ട് കൊടുത്തിട്ട് നമുക്ക് പറയാവുന്നതാണ്, പ്ലീസ് ലുക്ക് ആഫ്റ്റർ മൈ ഡോഗ്. ഇത് പട്ടികൾക്ക് മാത്രമല്ല, നമുക്ക് ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഇപ്പം ഭർത്താവിനെ കൊണ്ട് വേറൊരിടത്ത് കൊണ്ട് വെച്ചിട്ട് നമ്മൾ പ്ലീസ് ലുക്ക് ആഫ്റ്റർ മൈ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ ഈ സാധനം തന്നെ ഏൽക്കും. അതുപോലെ മക്കളെ കൊടുത്തിട്ട് നമ്മൾ വേറൊരാളുടെ വീട്ടിൽ കൊണ്ട് എഴുതിയിട്ട് പറഞ്ഞാൽ പ്ലീസ് ലുക്ക് ആഫ്റ്റർ മൈ ചൈൽഡ് അല്ലെങ്കിൽ പ്ലീസ് ലുക്ക് ആഫ്റ്റർ മൈ ചിൽഡ്രൻ എന്നൊക്കെ നമുക്ക് പറയാം. സോ ലുക്ക് ആഫ്റ്റർ എന്ന് വെച്ചാൽ ടേക്ക് കെയർ ഓഫ് എന്നാണ്. സോഷ്യൽ മീഡിയയിൽ ഇടാനല്ലാതെ ആളുകളെ സഹായിക്കുന്നത് ഇന്നത്തെ കാലത്ത് വളരെ ചുരുക്കമാണ്. അതായത് ആത്മാർത്ഥമായി ഒരു കൈ ചെയ്തത് മറ്റേ കൈ അറിയാത്ത രീതിയിൽ ഹെൽപ്പ് ചെയ്യാന്ന് പറയുന്നത് വളരെ വിരളമാണ്, വളരെ കുറവാണ്. അപ്പം അങ്ങനെ ചെയ്യുമ്പം നമുക്ക് ഈ ഹെൽപ്പ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ഹെൽപ്പ് അല്ലെങ്കിൽ സപ്പോർട്ട്, വേറൊരാളെ നമ്മൾ ഹെൽപ്പ് ചെയ്യുകയോ സപ്പോർട്ട് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നതിന് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഫ്രേസൽ വേർഡാണ് ചിപ്പിൻ. ഈ ചിപ്പിൻ എന്ന് പറയുമ്പം വെറും ഒരു സഹായത്തിന് വേണ്ടി മാത്രമല്ല. ഇപ്പം വളരെ കഠിനമായ ഒരു ജോലി നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാനൊക്കത്തില്ല, വേറൊരാളെ കൂടി നിങ്ങൾക്ക് ആ ഗ്രൂപ്പിനകത്ത് ചേർക്കണമെങ്കിൽ നമുക്ക് അവരോട് പറയാം, കുഡ് യു പ്ലീസ് അല്ലെങ്കിൽ വുഡ് യു പ്ലീസ് ചിപ്പ് എന്ന് വെച്ചാൽ നിങ്ങളും കൂടി ചേർന്ന് ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ, ഇത് ഭയങ്കര ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു ടാസ്ക്കാണ്, എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല, വുഡ് യു പ്ലീസ്, വുഡ് യു ചിപ്പിൻ എന്ന് പറയാൻ പറ്റത്തില്ല, വുഡ് യു പ്ലീസ് ചിപ്പിൻ, അല്ലെങ്കിൽ ഇസ് ഇറ്റ് ഓക്കെ ഇഫ് യു ക്യാൻ ചിപ്പിൻ. നിനക്ക് ചിപ്പിൻ ചെയ്യുന്നതുകൊണ്ട് വിരോധമുണ്ടോ? എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആരോടാണെങ്കിലും, ഇപ്പം ഞാൻ വളരെയധികം കൊമിക്കലായിട്ട് നിങ്ങളോട് സംസാരിക്കുന്നു,
നമ്മൾ എത്ര കൊമിക്കലായിട്ട് സംസാരിച്ചെന്ന് പറഞ്ഞാലും യാഥാർത്ഥ്യത്തിൽ അവരുടെ ആക്ച്വൽ സ്വഭാവം എന്ന് പറയുന്നത് ചിലപ്പം ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും. എല്ലാ തമാശകളൊന്നും ഉൾക്കൊള്ളുന്നവരായിരിക്കത്തില്ല. അപ്പോൾ നമ്മൾ ആരോട് സംസാരിച്ചാലും അവരോട് ചുമ്മാ തമാശയ്ക്കാണെങ്കിൽ പോലും വളരെ സൂക്ഷിച്ചു വേണം. ചെയ്യും, അത് ചെയ്തിട്ട് വന്നാൽ മതി എന്നൊക്കെ നമ്മൾ തമാശയ്ക്ക് പറയുന്നതാണ്. പക്ഷെ ബി വെരി കെയർഫുൾ. ചിലർക്ക് അത് ഭയങ്കര ഒഫെൻസീവ് ആയിട്ടായിരിക്കും. സോ ചെയ്ത് തരാമോ, അല്ലെങ്കിൽ ഇതിൻ്റെ അർത്ഥം കൂടെ ഒന്ന് നോക്കി വെച്ചേക്കാമോ, അങ്ങനെ ചോദിച്ച് നമ്മൾ വേണം പഠിക്കാൻ. സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് എൻ്റെ പേര് ആരും അറിയത്തില്ല, ഞാൻ ആരാണ്, ഈ പേരിൻ്റെ പിറകിലിരിക്കുന്ന ആൾ ആരാണെന്ന് അറിയത്തില്ല എന്ന് പറയും. നിങ്ങൾ എത്രയൊക്കെ ഇരുന്നെന്ന് പറയും, കറങ്ങി തിരിഞ്ഞ് ഇത് എപ്പോഴേലും ഒരു അടിയായിട്ട് തിരിച്ച് വരാറുണ്ട് പൊതുവെ. അതുകൊണ്ട് സംസാരിക്കുമ്പോൾ നമ്മൾ വളരെ നീറ്റായിട്ടും വളരെ പക്വതയും കൂടി അതുപോലെ പൊളൈറ്റായിട്ട് സംസാരിക്കാൻ പഠിച്ചു കൊടുക്കണം. ഓക്കെ, സോ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈവൻ ഇഫ് ഇറ്റ് ഇസ് അത്രമേൽ സ്വാതന്ത്ര്യം എടുക്കാമെന്ന് തോന്നുന്ന ഒരാളുടെ അടുത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ പോലും ചെയ്തിട്ട് വാ, അല്ലെ ചെയ്തുകൊണ്ട് വാ, ചെയ്ത് താ എന്നല്ല പറയേണ്ടത്. ചെയ്ത് തരാമോ, ചെയ്യുന്നതിന് കുഴപ്പമുണ്ടോ, ചെയ്യാൻ സമയമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. സോ വുഡ് യു ലൈക്ക് ടു, കുഡ് യു, ഇസ് ഇറ്റ് ഓക്കെ ഇഫ് യു ക്യാൻ, ഇങ്ങനെയൊക്കെ ഉപയോഗിച്ച് വേണം നമ്മളെപ്പോഴും സംസാരിക്കാൻ. മഴക്കാലമാണ്, തണുപ്പാണ്, ഏറ്റവും കൂടുതൽ മീൻസ് പിള്ളേരൊക്കെ സ്കൂളിലൊക്കെ പോകുന്ന ടൈമുമാണ്. അപ്പം നല്ലപോലെ പനി എന്ന് പറയുന്ന സാധനം എല്ലാവർക്കും പിടിക്കുന്നതാണ്. ഒരാൾക്ക് ക്ലാസ്സിൽ പിടിച്ചാൽ എല്ലാ പിള്ളേർക്കും പനി പിടിക്കും, ടീച്ചേഴ്സിനും എല്ലാം. ഇതെല്ലാം കണക്കാണ്. അപ്പം സോ ബേസിക്കലി ഇപ്പോൾ ഒരു പനി സീസൺ ആണല്ലോ. അപ്പം നിങ്ങൾ ഒരു ദിവസം സ്കൂളിൽ പോയി, അല്ലെങ്കിൽ അടുത്ത ദിവസം സ്കൂളിൽ നിങ്ങൾക്ക് പോകാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഓഫീസിൽ ഒരു ദിവസം പോയി അടുത്ത ദിവസം ഓഫീസിൽ പോയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഓഫീസിൽ നിന്ന് ചോദിക്കും എന്ത് പറ്റിയെന്ന്. അപ്പം നമുക്ക് പറയാവുന്ന, നമുക്ക് സിമ്പിളായിട്ട് കുറച്ചുകൂടെ ഈസി ആയിട്ട് സ്റ്റൈലിഷ് ആയിട്ട് പറയാവുന്ന ഒരു സാധനമാണ് ഐ ഹാവ് കം ഡൗൺ വിത്ത് എ ഫീവർ. എനിക്കൊരു പനി വന്നിട്ടുണ്ട്, ഞാനൊരു പനി ബാധിച്ച് കിടക്കുകയാണ്, അല്ലെങ്കിൽ പനി പിടിച്ച് കിടക്കുകയാണ്. സോ ഐ ഹാവ് കം ഡൗൺ വിത്ത് ഫീവർ എന്ന് പറഞ്ഞാൽ ദാറ്റ് വുഡ് ബി റിയലി നൈസ്. ഈ കം ഡൗൺ വിത്ത് എന്ന് പറയുന്നത് ഒരു ഫ്രേസൽ വേർബാണ്. ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുന്നൊരു വാക്ക് മൊത്തത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് വരാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ചിലപ്പോൾ നമ്മൾ ഒരു പർട്ടിക്കുലർ സെറ്റ് ഓഫ് ആളുകളെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലായിരിക്കാം. പക്ഷേ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആകുന്നത്, ഇപ്പം നമ്മൾ പറയുകയാണ് ഞാൻ എൻ്റെ സ്വന്തം ജോലിയാണ്, സ്വന്തം ബിസിനസ്സാണ് ഞാൻ നടത്തുന്നത്, അതുകൊണ്ട് ഞാൻ ഇൻഡിപെൻഡൻ്റ് ആണ്. സോ ബേസിക്കലി നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് അല്ല അവിടെ. ബിക്കോസ് നിങ്ങളുടെ ബിസിനസ്സിനകത്ത് നിങ്ങളുടെ ക്ലയൻസിനെ ഡിപ്പെൻഡ് ചെയ്താണ് നിങ്ങളുടെ ബിസിനസ് ഗ്രോ ചെയ്യുന്നത്. സോ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത് പല ലെവലിൽ എവിടെയെങ്കിലും ഒക്കെ വരും. ആൻഡ് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എല്ലാ കാര്യത്തിൽ നിന്ന് ഇൻഡിപെൻഡൻ്റ് ആയെന്ന് പറഞ്ഞാലും ഐ ആം എ സ്ട്രോങ് ബിലീവർ ഓഫ് ഗോഡ്. സോ ഡെഫിനറ്റ്ലി ഐ ബിലീവ് ഇൻ ഗോഡ്, ഐ ട്രസ്റ്റ് ഇൻ ഗോഡ്. അപ്പം ഞാൻ ഗോഡിൽ ഡിപ്പെൻഡഡ് ആണ്. ഐ ഡിപ്പെൻഡ് ഓൺ ഗോഡ്. ഐ ലുക്ക് ഫോർ സൈൻസ് ഇൻ ഓർഡർ ടു മൂവ് ഫർദർ ഇൻ മൈ ലൈഫ്. അതുകൊണ്ട് എൻ്റെ തീരുമാനങ്ങൾ ഫുള്ളി എൻ്റെ തീരുമാനങ്ങളല്ല. ഇറ്റ് ഓൺലി കംസ് ആഫ്റ്റർ എ പ്രെയർ. ഒരു പ്രെയറിന് ശേഷം മാത്രമേ ഒരു തീരുമാനം ഞാൻ ഫുള്ളി എടുക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് വി യൂസ് ദ വേർഡ് കൗണ്ട് ഓൺ. ഐ കൗണ്ട് ഓൺ യു എന്ന് വെച്ചാൽ ഐ റിലൈ ഓൺ യു. അതായത് നിന്നിലാണ് എൻ്റെ ആശ്രയം എന്നല്ല, നിന്നിൽ എനിക്കൊരു വിശ്വാസമുണ്ട്. ഐ കൗണ്ട് ഓൺ യു. നീ ഇത് ചെയ്യുമെന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട്. സോ ഐ റിയലി കൗണ്ട് ഓൺ യു. ഐ റിയലി കൗണ്ട് ഓൺ ദിസ് ബിസിനസ്. ഐ റിയലി കൗണ്ട് ഓൺ ദിസ് മീറ്റിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ ശരിക്കും ഈ മീറ്റിംഗ് ശരിക്കും എനിക്കിതിലൊരു പ്രതീക്ഷ ഉണ്ടായി. ഐ റിയലി ട്രസ്റ്റ് ഇൻ ദിസ് എന്ന് നമുക്ക് ഉപയോഗിക്കാം. പേരൻസ് ആയാലും ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയാലും, വൈഫിനൊരു കോൾ വരുമ്പോഴോ, ഹസ്ബൻഡിനൊരു കോൾ വരുമ്പോഴോ, മകൾക്കൊരു കോൾ വരുമ്പോഴോ, മകനൊരു കോൾ വരുമ്പോഴോ, ആർക്ക് ഒരു കോൾ വരുന്ന സമയത്ത് അത് എന്ത് കോളും ആയിക്കോട്ടെ, ആ കോൾ കട്ട് ചെയ്യാതെ നിങ്ങൾ അതിനെ ഇൻറ്ററപ്റ്റ് ചെയ്യരുത്. അത് ഭയങ്കര വൃത്തിയോടെ ഒരു ഡിസ്റെസ്പെക്റ്റ് ആണ് നമ്മൾ കാണിക്കുന്നത്. സോ ഇറസ്പെക്റ്റ് അല്ല, ഡിസ്റെസ്പെക്റ്റ് ആണ് നമ്മൾ കാണിക്കുന്നത്. അപ്പനമ്മമാരായാലും മക്കളെ റെസ്പെക്റ്റ് ചെയ്യണം, നിർബന്ധമാണ്. അവരെ എങ്ങനെ റെസ്പെക്റ്റ് ചെയ്ത് വളർത്തുന്നു, ആ റെസ്പെക്റ്റ് എങ്ങനെ ചെയ്യപ്പെടുന്നു എന്ന് അവർ കണ്ട് വളരുമ്പോഴാണ് അവർക്ക് മറ്റുള്ളവരുടെ റെസ്പെക്റ്റ് തോന്നുന്നത്. അവരുടെ മുന്നിലിരുന്ന് മറ്റുള്ളവരെ കുറിച്ചുള്ള കുറ്റങ്ങളും എല്ലാം കുറവുകളും എല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു ക്യാൻ എക്സ്പെക്ട് കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ അവരും അതുപോലെ തന്നെ ഇരുന്ന് കുറ്റങ്ങൾ നിങ്ങളോട് പറയുന്നതായിരിക്കും. സോ ഇതെങ്ങനെ എൻ്റെ വയറ്റിലുണ്ടായെന്നൊന്നും ആ ഡയലോഗ് അന്നേരം പറയരുത്. നമ്മുടെ വായിൽ നിന്ന് തന്നെ വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് വി ഡോണ്ട് ഇൻറ്ററപ്റ്റ് വെൻ എ കോൾ കംസ്. നമ്മളൊരു കോൾ വരുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ആളുകളെ ഇൻറ്ററപ്റ്റ് ചെയ്യരുത്. അവർ കോൾ കട്ട് ചെയ്തതിന് ശേഷം എന്താ കാര്യം എന്ന് നമുക്ക് സംസാരിക്കാം. അത്ര അത്യാവശ്യമാണെങ്കിൽ നമുക്ക് ആംഗ്യ ഭാഷയിൽ കാണിക്കുക. ഇനി അതും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു പേപ്പറിൽ എഴുതി കൊടുക്കുക അത്യാവശ്യ കാര്യം എന്താണെന്ന് വെച്ചാൽ. സോ അവർ ഫോണിലായിരിക്കുമ്പോൾ തന്നെ ഈ പേപ്പർ വായിച്ചിട്ട് ചിലപ്പം യെസ് എന്ന് പറയേണ്ടതാണെങ്കിൽ യെസ് എന്ന് പറയാം, അല്ലെങ്കിൽ നോ എന്നാണെങ്കിൽ അവർ തലയാട്ടി നോ എന്ന് പറയാം, അല്ലെങ്കിൽ വെയിറ്റ് എന്നാണെങ്കിൽ വെയിറ്റ് എന്ന് കാണിക്കും. സോ ഇങ്ങനെ നമ്മൾ ചെയ്യാൻ പഠിക്കണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. പേരൻസ് ആണെങ്കിലും ഹസ്ബൻഡ് ആയാലും വൈഫ് ആയാലും ആരായാലും ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ഡു നോട്ട് കട്ടിൻ. കട്ടിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോൺവെർസേഷനകത്ത് ഇൻറ്ററപ്റ്റ് ചെയ്യുന്നതിനെയാണ് കട്ടിൻ എന്ന് പറയുന്നത്.
നമ്മൾ ചുമ്മാ ചന്തയ്ക്കൊക്കെ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ മാർക്കറ്റിലൊക്കെ പോകുന്ന സമയത്തോ, അല്ലെങ്കിൽ ഇവിടെ ചുമ്മാ ഒന്ന് പുറത്തോട്ട് ഇറങ്ങി സാധനങ്ങൾ വാങ്ങിക്കുന്നതിന് ലെഹങ്കയും സറാറ ഇട്ടിട്ടല്ലല്ലോ പോകുന്നത്. ലെഹങ്കയും സറാറയൊക്കെ നമ്മൾ ഇടുന്നത് എപ്പോഴാണ്? വെൻ വി ആക്ച്വലി ഗോ ഫോർ എ ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷന് പോകുമ്പോഴോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാർട്ടിക്ക് പോകുമ്പോഴോ, അല്ലെങ്കിൽ ഒരു കല്യാണത്തിനൊക്കെ പോകുമ്പോഴാണ് നമ്മൾ ഒരു നല്ല വസ്ത്രം, ആ കല്യാണത്തിന് അല്ലെങ്കിൽ ആ ഒക്കേഷന് ചേരുന്ന വസ്ത്രം നമ്മൾ ധരിക്കുന്നത്. അതിന് നമുക്ക് പറയാവുന്നതാണ് ഡ്രസ്സപ്പ്. ഷീല ഡ്രസ്ഡ് അപ്പ് ഫോർ ദ വെഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെഡിങ്ങിന് യോജിക്കുന്ന രീതിയിൽ അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് പുള്ളിക്കാരി നല്ല സുന്ദരിയായിട്ടാണ് വന്നത്. ഷീ ഡ്രസ്ഡ് അപ്പ് എന്ന് പറയും. ഇപ്പം ഇൻഅപ്രോപ്രിയേറ്റ് ഉള്ള സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി നമ്മൾ ഡ്രസ്സപ്പ് ചെയ്യുമ്പോഴാണ് ആളുകൾ ചോദിക്കുന്നത്, വൈ ആർ യു ഡ്രസ്ഡ് അപ്പ്, വി ജസ്റ്റ് ഗോയിങ് ടു ദ മാർക്കറ്റ്. ഇത് എങ്ങോട്ട് പോകുന്നു? മാർക്കറ്റിലാണ് പോകുന്നത്, അല്ലാതെ പബ്ബിലേക്കല്ല പോകുന്നത്. എന്തിനാ എത്ര ഒരുങ്ങുന്നതെന്ന് ചോദിക്കുന്നതിൻ്റെ റീസൺ ഈസ് ബിക്കോസ് ഓഫ് ദാറ്റ്. സോ ഡ്രസ്സപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ട് ജസ്റ്റ് വെയറിങ് നൈസ് ക്ലോത്ത്സ്, ബട്ട് വെയറിങ് ക്ലോത്ത്സ് അക്കോർഡിംഗ് ടു ദി ഒക്കേഷൻ അനുസരിച്ച് ഡ്രസ്സ് ഇടുന്നതിനും കൂടി നമുക്ക് വേണമെങ്കിൽ ഡ്രസ്സപ്പ് എന്ന് പറയാം. ലൈഫിൽ ഒരു ഗോൾ ഉണ്ടാവണം നിർബന്ധമാണ്. ഇനീഷ്യലി ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പം എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഫെയിം, പെട്ടെന്ന് വീഡിയോസ് എല്ലാം വൈറലാകുന്നു, ഭയങ്കര സംഭവമാകുന്നു, ഇതൊക്കെയായിരുന്നു എൻ്റെ ഇനീഷ്യൽ ഉദ്ദേശം. പക്ഷേ എനിക്ക് പിന്നീടാണ് മനസ്സിലായത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു നീഡ് ടു ഹാവ് എ ഗോൾ. ഒരു ഗോൾ അല്ലെങ്കിൽ ഒരു അച്ചീവ്മെൻറ്റ് ഉണ്ടായിരിക്കണം. സോ എനിക്കൊരു ഗോൾ ഞാൻ വെച്ചു, ഞാനൊരു അച്ചീവ്മെൻറ്റ് വെച്ചു. ഞാൻ ആ അച്ചീവ്മെൻറ്റിലേക്ക് എത്താൻ വേണ്ടി ഒരു മാർഗം സൃഷ്ടിച്ചപ്പോഴത്തേക്കും എൻ്റെ ജീവിതത്തിനും ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾക്കും ഒരു അർത്ഥം വന്നു. സോ ഗോ ആഫ്റ്റർ എന്ന് പറയുന്നതാണ് അടുത്ത ഫ്രേസൽ വെർബ്. ഗോ ആഫ്റ്റർ എന്ന് പറയുന്നത് ഗോ ആഫ്റ്റർ സംതിങ്. നമ്മൾ എന്തെങ്കിലും ഒരു സാധനത്തിന്റെ പിറകിൽ പോകുന്നു. നമ്മൾ എന്തിന്റെ പിറകിലാണോ പോകുന്നത് അതിനനുസരിച്ചായിരിക്കും നമുക്ക് വിജയം വരുന്നത്. ഇഫ് യു ആർ ഗോയിങ് ബാക്ക് ഓഫ് മണി, കുറേ പണം കിട്ടും, പക്ഷെ അത് മാത്രമേ ഉണ്ടാവുള്ളൂ. യു ഗോ ബാക്ക് ഓഫ് അച്ചീവ്മെന്റ്സ് വിൽ ബ്രിങ് ഓപ്പർച്യൂണിറ്റീസ്, ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് വിൽ ഹെൽപ്പ് യു financial freedom, and finance will give you financial freedom, and financial freedom will help you to get a lot of stuff for your future life. അപ്പം എന്തിന്റെ പിറകിൽ നമ്മൾ പോകുന്നു എന്നുള്ളത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ വാട്ട് ഡു യു ഗോ ആഫ്റ്റർ? നിങ്ങൾ എന്തിന്റെ പിറകിലാണ് പോകുന്നത്? ഗോ ആഫ്റ്റർ. I've always went after job. ഞാൻ എപ്പോഴും ജോലിയുടെ പിറകിലാണ് പോയത്. I've always went after wealth. ഞാൻ വെൽത്ത് നോക്കിയാ തേടിപ്പോയത്. ഈ വെന്റ് എന്ന് പറയാനുള്ള കാരണം ഗോ ആഫ്റ്റർ എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസ് വരുന്നതുകൊണ്ടാണ് ഗോയെ നമ്മൾ വെന്റ് ആക്കുന്നത്. ജീവിതത്തിൽ ഒരുപാട് വിഷമിപ്പിച്ചവരുണ്ട്, റിജക്റ്റ് ചെയ്തവരുണ്ട്, അതായത് നീതികേട് കാണിച്ചവരുണ്ട്. കുറച്ചും കൂടെ കുറച്ചും കൂടെ ഡീപ്പർ വേർഷൻ ഓഫ് മലയാളത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടില്ലേ ഈ നീചപ്രവർത്തികൾ ചെയ്യുന്ന ആളുകളുണ്ട്. അതായത് നമ്മളെ കൊണ്ട് എല്ലാ പണിയും ചെയ്യിപ്പിച്ചിട്ട് അവസാനം നമുക്കൊരു ഗുണമില്ലാത്ത രീതിയിൽ നമ്മളൊരു സ്ഥാനത്ത് കൊണ്ട് എത്തിക്കുന്ന ഒരു അവസ്ഥ. അന്നേരത്തെ അവസ്ഥയിൽ നമ്മൾ അന്നേരത്തെ ആ വിഷമത്തിൽ ചിലപ്പോൾ പറയും, നീ ചെയ്തതിനെല്ലാം നിന്നോട് ദൈവം ചോദിച്ചോളൂ എന്ന് പറയും. യു പേ ഫോർ ഇറ്റ്, യു വിൽ പേ ഫോർ ഇറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ചെയ്ത തെറ്റിന് നീ തന്നെ ആ പണിഷ്മെന്റ് നിനക്ക് കിട്ടുമെന്നുള്ളത്. വളരെ സൂക്ഷിച്ചു വേണം നമ്മുടെ വാക്കുകൾ നമ്മൾ ഉപയോഗിക്കാൻ. പേ ഫോർ എന്ന വേർഡ് ഞാൻ ഒത്തിരി പേര് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഐ ഹവ് ഹേർഡ് എ ലോട്ട് ഓഫ് പീപ്പിൾ, എസ്പെഷ്യലി ഫാമിലീസിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഈ വേർഡ് ഉപയോഗിക്കുന്നത്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ നാക്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് വൺ ഓഫ് ദി മോസ്റ്റ് പവർഫുൾ വെപ്പൺ ഇൻ ദ വേൾഡ്. ഈ ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു വെപ്പണാണ്. ലെറ്റ് മീ ടെൽ യു എ സ്മോൾ സ്റ്റോറി. ഇവിടെ മൂന്നാറിലെ ഒരു ചേർച്ചിൻ്റെ ഒരു സ്റ്റോറിയാണ്. ഓൾമോസ്റ്റ് ഒത്തിരി പേർക്ക് അറിയാവുന്നൊരു സ്റ്റോറിയാണ്. അതിനകത്ത് മൂന്നാറിൻ്റെ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പുറം രാജ്യക്കാരി ഉണ്ടായിരുന്നു. ആൻഡ് ഷീ സെഡ് അവിടെ ആ ഏരിയ ഭയങ്കര ഭംഗിയാണ്. ആ ഭംഗി ആസ്വദിച്ച് ഭയങ്കരമായിട്ട് ഇരുന്നപ്പം പുള്ളിക്കാരി വാഗുകൊണ്ട് പറഞ്ഞൊരു ഡയലോഗാണ് ദാറ്റ് മരിച്ചാൽ എന്നെ ഇവിടെ അടക്കണമെന്ന്. ഓക്കെ, അപ്പോൾ വളരെ യങ് ആണ്. ഷീസ് പ്രോബബ്ലി വളരെ യങ്, മേ ബി ഇൻ ഹെർ ഏർലി 20s അല്ലെങ്കിൽ അത്ര യങ് ആയിട്ടുള്ളൊരു സ്ത്രീയാണ്. ആൻഡ് ഷീ കുഡ് ഹാവ് സെഡ് എന്തൊക്കെ കാര്യങ്ങൾ പറയായിരുന്നു. പുള്ളിക്കാരിക്ക് പറയായിരുന്നു നമുക്ക് ഇവിടെ സെറ്റിൽ ആവണം എന്ന്, ലവറിനോട് അല്ലെങ്കിൽ ഹസ്ബൻഡിനോട് പറയാം നമുക്ക് ഇവിടെ സെറ്റിൽ ആവണം, നമ്മുടെ പിള്ളേരെ ഇവിടെ പഠിപ്പിക്കണം, നമ്മുടെ പിള്ളേരെ നാട്ടിലെ ആളുകളെ കൊണ്ട് കെട്ടിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും ഇവിടെ സെറ്റിൽ ആവണം. എന്തൊക്കെ നല്ല കാര്യങ്ങളുണ്ടായിരുന്നു പറയാൻ. അറ്റ് എ വെരി യങ് ഏജ് ബ്യൂട്ടി എക്സ്ട്രീം ലെവലിൽ ആസ്വദിച്ച ആ സ്ത്രീയുടെ വായിൽ നിന്ന് വന്ന വാക്കെന്ന് പറയുന്നത് ഈസ് ദാറ്റ് മരിച്ചാൽ എന്നെ ഇവിടെ അടക്കണമെന്നാണ് പറയുന്നത്. അത്രയും എക്സ്ട്രീം ലെവൽ ഓഫ് ബ്യൂട്ടി കണ്ടപ്പം വായിൽ നിന്ന് വന്നതൊരു നെഗറ്റീവ് വേർഡാണ്. in a couple of months she died and she was buried in that place. ആ സ്ഥലത്ത് ബറി ചെയ്യുകയും ചെയ്തു. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ പറയുന്ന വാക്കുകൾ വളരെ സൂക്ഷിക്കണം. തിരിച്ച് അത് നമ്മളിലേക്ക് വരുന്നത് വളരെ പവർഫുള്ളി ആയിരിക്കും തിരിച്ചു വരുന്നത്. അതുകൊണ്ട് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് നമ്മുടെ കൊണ്ട് നമ്മൾ പറയുന്നത് എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം. പേ ഫോർ എന്ന് പറയുന്ന ഒരു ഫ്രേസൽ വെർബ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് ഉപയോഗിക്കാനല്ല. എല്ലാ വാക്കുകളും നമ്മൾ പഠിക്കുന്നത്
വല്ലവരുടെ മേൽ ഉപയോഗിക്കാൻ വേണ്ടിയല്ല. ചില വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് അതിൻ്റെ തീവ്രത മനസ്സിലാക്കിയിട്ട് അത് കഴിവതും ഉപയോഗിക്കാതിരിക്കാനാണ്. So it's very important that as much as you learn English words നിങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം ചില ഇംഗ്ലീഷ് വേർഡ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് സ്വയം ദോഷമുണ്ടാക്കി വെക്കുന്നതാണെന്നുകൂടി മനസ്സിലാക്കാൻ ശ്രമിക്കുക. And until then, bye-bye.